ബ്രോ എനിക്ക് നിങ്ങളുടെ പെയിൻ നല്ലവണ്ണം അറിയാം. ഞാനും ഇരുന്നിട്ടുണ്ട് ബ്രോ ഇങ്ങനെ കുറേ അവന്മാരുടെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട്, ഹൗ ടു മേക്ക് മണി എന്നുള്ള യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഒരു പ്രയോജനം പോലും എനിക്ക് കിട്ടാതെ ഡിപ്രസ്ഡ് ആയിട്ട് സാഡായിട്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ₹1 പോലും ഇല്ലാതെ ഞാൻ ഇരുന്നിട്ടുണ്ട്. വിഷമിച്ച് സങ്കടപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഇരുന്നിട്ടുണ്ട്. അത്രമാത്രം ഡാർക്കായ സമയത്തും അത്രമാത്രം എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റാത്ത സമയത്തും എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റും എൻ്റെ ഈഗിൾ മൈൻഡ് സെറ്റുമാണ്. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒതൻറ്റിക് ആയിട്ടുള്ള 100% പ്ലേലിസ്റ്റ് ആക്കി, ഇത് രണ്ടാമത്തെ പാർട്ട് 2 വീഡിയോ ആണ്. കേരളത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്നൊരു കോഴ്സാണ് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പോകുന്നത്. എങ്ങനെ നിങ്ങൾക്ക് ഓൺലൈനിൽ അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഈവൻ റിയൽ ലൈഫിൽ തന്നെ പൈസ ഏൺ ചെയ്യാൻ പറ്റും. ഞാൻ ഒരിക്കലും ഇവിടെ നിങ്ങളുടെ യൂട്യൂബറിൻ്റെ കൂട്ട് ഞാൻ നിങ്ങളോട് പറയത്തില്ല, നിങ്ങൾക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ 10,000 കിട്ടും, അല്ലെങ്കിൽ ഈ ക്യാച്ച് ചെയ്താൽ നിങ്ങൾക്ക് 500 കിട്ടും. ഈ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ കാര്യം നിങ്ങൾ ഫില്ല് ചെയ്ത് അവന്മാർക്ക് ഉള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് 1,00,000 കിട്ടും എന്നൊരു പൊട്ടത്തരവും ഞാൻ നിങ്ങളോട് പറയത്തില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി ഈ കാര്യം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ. ഞാൻ എൻ്റെ 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്തുവായിരുന്നു നിങ്ങൾക്കറിയാം? എല്ലാവരുടെയും ഡ്രീം ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ ആണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ഡ്രീം ഞാൻ നിങ്ങളോട് ഓപ്പണായിട്ട് പറയുന്നു, എനിക്ക് സ്വന്തമായിട്ട് ഒരു സൈക്കിള് വേണമെന്നായിരുന്നു എൻ്റെ ഡ്രീം. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്തുള്ള എൻ്റെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും ചേട്ടന്മാർക്കും എല്ലാം സൈക്കിളുണ്ട്. അവരിങ്ങനെ ബസ്സിൻ്റെയൊക്കെ കൂട്ട് സൈക്കിളിന് ഇങ്ങനെ ഒരുക്കിക്കൊണ്ട് നടക്കും, സൈക്കിളിന് കുളിപ്പിക്കും, ഇങ്ങനെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കും, ഇങ്ങനെ പൂമാലയൊക്കെ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യും. എനിക്കെപ്പോഴും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും അവരുടെ ബാക്കിൽ ഇങ്ങനെ കയറി ക്യാരിയറിനകത്ത് ഇങ്ങനെ വല്ലവരുടെയും വണ്ടി മാറി മാറി കയറി എവിടെയെങ്കിലുമൊക്കെ പോവുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിൾ ഇങ്ങനെ ഓടിക്കാൻ കിട്ടുക, അമ്മമാരൊക്കെ ഒന്ന് സൈക്കിൾ ഇങ്ങനെ ചോദിച്ച് മേടിച്ചിട്ട് ഓടിക്കുക എന്നത് മാത്രമേ എനിക്ക് പറ്റത്തുള്ളായിരുന്നു. റിയലി ബ്രോ, ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു എനിക്കൊരു സ്വന്തമായിട്ടൊരു സൈക്കിൾ വേണം, എനിക്ക് ഇതുപോലെ സൈക്കിളിനെ കുളിപ്പിക്കണം, എനിക്കിങ്ങനെ സൈക്കിൾ ഓടിക്കണം, എനിക്കിങ്ങനെ നല്ല സ്പീഡിൽ സൈക്കിൾ ഇങ്ങനെ ഓടിക്കണം, ബ്രേക്കൊക്കെ പിടിച്ച് ഇങ്ങനെ ചറക്കണം എന്നൊക്കെയുള്ള ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ് എനിക്ക് സ്വന്തമായിട്ടൊരു സൈക്കിൾ വേണമെന്ന്. അന്ന് മുതൽ ഞാൻ പൈസ ശേഖരിക്കാൻ തുടങ്ങി. അമ്മയും അച്ഛനും അമ്മൂമ്മയൊക്കെ തരുന്ന പൈസ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ തുടങ്ങി, ഇങ്ങനെ ഒരു ഡപ്പയിലിട്ട് ഇങ്ങനെ അടച്ചു വെക്കാൻ തുടങ്ങി എനിക്ക് സൈക്കിൾ വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട്. കുഞ്ഞിലെ തന്നെ എനിക്കൊരു ബിസിനസ് മൈൻഡ് ഉണ്ടായോണ്ടാണെന്ന് എനിക്കറിയത്തില്ല, അന്ന് തന്നെ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള റിസോഴ്സസ് എന്തൊക്കെയാണ്? ഈ റിസോഴ്സസ് വെച്ചിട്ട്, ചിലപ്പോൾ അത് ചെറുതായിരിക്കും, എനിക്ക് ആൾക്കാരെന്നെ കളിയാക്കുമായിരിക്കും, പക്ഷെ എന്നാലും ആ റിസോഴ്സസ് വെച്ചിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? അന്ന് ഞാൻ റിയലി ചെയ്ത കാര്യം എന്തോ നിങ്ങൾക്ക് അറിയണം? എൻ്റെ വീട്ടിൽ അന്ന് കോഴി ഉണ്ടായിരുന്നു, റൈറ്റ്? ഞാൻ എന്തോ ചെയ്തത് നിങ്ങൾക്കറിയാം? നാടൻ കോഴിയുണ്ട്, നാടൻ കോഴി, അത് മുട്ടയിടും. ആ മുട്ടയപ്പോൾ വരും ഇങ്ങനെ ഡപ്പയ്ക്കകത്ത് ഇങ്ങനെ അടച്ചടച്ച് വെച്ചേക്കും. ഞാൻ ആലോചിച്ച കാര്യം എന്ന് വെച്ചാൽ, ഈ നാടൻ മുട്ട വീടിൻ്റെ അടുത്തുള്ളവർക്ക് കൊടുത്താൽ ഒരു മുട്ടയ്ക്ക് 10 രൂപ വെച്ച് കിട്ടും. സോ അവർക്ക് എപ്പോഴും മുട്ടയുടെ ആവശ്യമുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യം ചെയ്തൊരു ബിസിനസ്സാണ് ബ്രോ, മുട്ട ഓരോ വീടുകൾക്ക് കൊണ്ട് കൊടുത്തു, അതിനൊന്ന് പൈസ മേടിച്ചു. 10 മുട്ട ആദ്യം കൊടുത്തപ്പോൾ എനിക്ക് 100 രൂപ കിട്ടി. അതിന് നേരെ കൊണ്ടുവന്നു എൻ്റെ ഡപ്പയ്ക്കകത്ത് വെച്ചു. കാരണം വേറെ ആരോടും ചോദിക്കാനോ ഒന്നും പറയാനില്ല, വേറെ ചിലവൊന്നുമില്ല. റേഷൻ കടയിൽ നിന്ന് അരി കിട്ടും, അത് കോഴി കൊടുക്കും, അങ്ങനെയുള്ളൂ. ഞാൻ അതിനകത്തൊന്നും ചെയ്യണം, ഞാൻ ജസ്റ്റ് മുട്ട കൊണ്ട് കൊടുക്കുക, പൈസ മേടിക്കുക, അത് മാത്രമേ ഉള്ളൂ എൻ്റെ ജോലി. എൻ്റെ റിസോഴ്സസ് ആ ഏജിലും ഞാൻ ഉപയോഗിച്ചു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളോടെല്ലാവരും പറഞ്ഞു വെച്ചിരിക്കുന്നതും, നിങ്ങളെ എല്ലാവരും പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതും, നിങ്ങളുടെ മൈൻഡിലേക്ക് ഈ സൊസൈറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും, നിങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല, നിങ്ങൾ വലിയ ബിസിനസ് വേണം ചെയ്യാൻ, നിങ്ങൾക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന വഴി ഒരേ ഒരു വഴിയുള്ള അതൊരു ജോലി ചെയ്തിട്ടാണ്, ഇങ്ങനെയൊക്കെയുള്ള പൊട്ടത്തരമാണ് നിങ്ങളെ എല്ലാവരും പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞതിൻ്റെ കൂടി, ഞാൻ നിങ്ങളുടെ യൂട്യൂബറിൻ്റെ കൂട്ട് ഞാൻ ഇവിടെ നിങ്ങളോട് പറയത്തില്ല, ബ്രോ നിങ്ങൾക്കിപ്പോൾ 1,00,000 രൂപ ഉണ്ടാക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തരുമെന്ന് ഞാൻ നിങ്ങളോട് പറയത്തില്ല. നോ. ഞാൻ നിങ്ങളോട് എക്സാക്ട്ലി എന്താണ് ചെയ്യേണ്ടത്, പിൻ പോയിന്റ് ആയിട്ടുള്ള, ഒതൻറ്റിക് ആയിട്ടുള്ള, ഡൗൺ ട്രൂത്ത് ആയിട്ടുള്ള കാര്യമായിരിക്കും ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയാൽ ഒരു വീക്കിൽ 1,000 rupees നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു വീക്കിൽ നിങ്ങൾക്ക് 1,000 rupees ഉണ്ടാക്കാൻ പറ്റും മിനിമം. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ബ്രെയിൻ ഇപ്പോൾ തിങ്ക് ചെയ്യുന്നത്, നിങ്ങളുടെ റാറ്റ് ബ്രെയിൻ ഇപ്പോൾ തിങ്ക് ചെയ്യുന്നത്, അപ്പോൾ ഒരു വീക്കിൽ ഞാൻ 2,000 രൂപ ഉണ്ടാക്കും, അങ്ങനെ ഞാൻ ഇത്രയും രൂപയോ, അങ്ങനെ ഞാൻ പൈസക്കാരനും. നോ. അങ്ങനെയാണ് നിങ്ങൾ തിങ്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് റാറ്റ് ബ്രെയിൻ ആണുള്ളത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇറ്റ് ടേക്ക് ടൈം, യു വിൽ ഫെയിൽ. അതുകൊണ്ടാണ് മണി മേക്കിങ്ങിൻ്റെ പാർട്ട് 1 വീഡിയോയുടെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇത് സീരിയസ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരിക്കലും ജസ്റ്റ് ഒരു യൂട്യൂബ് വീഡിയോ, ഇത് ജസ്റ്റ് യൂട്യൂബ് ചാനലോ അല്ല, ഇതൊരു മൂവ്മെൻ്റ് ആണ്. നമ്മളിവിടെ ചെയ്യുന്നത് ആക്ഷനബിൾ സ്റ്റെപ്പാണ് നിങ്ങളോട് പറയുന്നത്. ഈ ആക്ഷനബിൾ സ്റ്റെപ്പിൽ നിന്നും നിങ്ങൾ റിയലി ആക്ഷൻ എടുത്തിരിക്കണം. ബ്രോ, നിങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം, എങ്ങനെ നിങ്ങൾക്ക് മണി മേക്ക് ചെയ്യാമെന്നാണ്. ഞാൻ അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട 2 ആക്ഷനബിൾ സ്റ്റെപ്പാണ്. ഞാൻ ഒരിക്കലും ബിലീവ് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും ഒരു റാറ്റ് മൈൻഡ് സെറ്റ് ഉള്ളവരാണെന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാ റാറ്റ് മൈൻഡ് സെറ്റ് ഉള്ളവന്മാർ ഈ വീഡിയോ കാണുന്നതിൻ്റെ കൂട്ട് നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് പ്രൊക്കാസിനേറ്റ് ചെയ്യാനാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു പൈസ ഉണ്ടാക്കാൻ പറ്റും. അതാണ് കീ പോയിന്റ്. അത് മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ആക്ഷനബിൾ സ്റ്റെപ്പാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ ഞാൻ ഈ പറയുന്ന 2 കാര്യങ്ങൾ ചെയ്യണം. ഇത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ പോസ് ചെയ്തിട്ട് അത് നിങ്ങൾ ചെയ്തിരിക്കണം. അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്.
പാർട്ട് 1 വീഡിയോ പോയി കാണുക. അതിനകത്തുള്ള മൈൻഡ് സെറ്റ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് 1, 2, 3, 4 എന്ന് പറഞ്ഞ് അത് എഴുതി വെക്കുക. നിങ്ങളുടെ വാളിൽ അത് ഒട്ടിച്ചു വെക്കുക. നമ്പർ 2 നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക. ഒരു വീക്കിൽ 1 വീക്കിൽ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് 1000 റുപ്പീസ് ആയിരിക്കും. വേറെ ഒന്നുമല്ല, ഒരു വീക്കിൽ നിങ്ങൾക്ക് 1000 രൂപ ഉണ്ടാക്കണം. ഏതാണ് നിങ്ങളുടെ എയിം? ഇതിനകത്ത് ചിലവന്മാർ ഇപ്പോൾ പറയുക, ഓ ബ്രോ ഞാൻ ഒരു വീക്കിൽ 1000 രൂപ ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്, എനിക്ക് അച്ഛൻ്റെ പൈസ ഉണ്ട്, അമ്മയുടെ പൈസ ഉണ്ട്. നോ, എനിക്കത് കേൾക്കണ്ട. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ പൈസയാണ് മിനിമം എങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ അതിൽ കൂടുതൽ ഉണ്ടാക്കുന്നെങ്കിൽ ഗുഡ്. അത് എങ്ങനെ അപ്പ് സ്കില്ല് ചെയ്യാൻ പറ്റുക എന്ന് തിങ്ക് ചെയ്യുക. മനസ്സിലായോ? ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാനിത് സീരിയസ് ആയിട്ടുള്ള പ്ലേലിസ്റ്റ് ആക്കി മാറ്റുന്നത്. നിങ്ങൾക്ക് ലോങ് ടൈമിൽ ഈ വീഡിയോ വാച്ച് ചെയ്യേണ്ട വരും. ഈ ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഒരു മന്തിൽ നമുക്ക് 4 വീക്കാണുള്ളത്, അതുകൊണ്ട് നമുക്ക് ഒരു മാസത്തിൽ 4000 രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ കോളേജിൽ പഠിക്കുന്ന ഒരാളാണ്, നിങ്ങളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഒരു സൈഡായിട്ടൊരു ചെറിയൊരു ഇൻകത്തിൽ തുടങ്ങാനേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ, റൈറ്റ്? ചെറിയൊരു ഇൻകത്തിലേ തുടങ്ങാൻ പറ്റൂ. അങ്ങനെ നിങ്ങൾ എയിം ചെയ്യാവൂ. അല്ലാതെ എല്ലാ പൊട്ടന്മാരുടെയും എല്ലാ റാറ്റ് ബ്രെയിൻ പറയുന്നവരുടെ കിട്ടും, ഓ ഇല്ല ബ്രോ എനിക്ക് 10,000 രൂപ വേണം, എനിക്ക് ഈ മാസം 10,000 രൂപ വേണം. നടക്കാൻ പോകുന്നില്ല ബ്രോ, നടക്കാൻ പോകുന്നില്ല. നമ്മൾ ആദ്യം ഒരു ചെറിയ എമൗണ്ടിൽ തുടങ്ങുക, എന്നിട്ട് അതിനെ അപ്പ് സ്കിൽ ചെയ്യുക. ദാറ്റ് ഇസ് ദ കീ പോയിന്റ്. നമ്പർ 1 ആയിട്ട് നമുക്ക് മണി മേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ടാസ്ക് ആണ് റീസെല്ലിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ട്രെൻഡിങ് ടോപ്പിക്കാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും, ചിലർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. നിങ്ങളിപ്പോൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും. എന്താണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, റീസെല്ലിംഗ് എന്ന് പറഞ്ഞൊരു വഴി നിങ്ങൾക്ക് മണി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. റിയലി ഞാൻ ചെയ്ത ഒരു ഓൺലൈൻ ബിസിനസ് എന്ന് പറയുന്നത് റീസെല്ലിംഗ് ആണ്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ ജസ്റ്റ് ക്രാപ്പ് നിങ്ങളോട് സംസാരിക്കത്തില്ല, ആക്ഷനബിൾ സ്റ്റെപ്പാണ് പറയുന്നത്. ഇപ്പം തന്നെ ഒരു പേപ്പറോ പേനോ നിങ്ങൾ എടുക്കും. അത് ഒന്നാമത് നിങ്ങൾ നോട്ട് ചെയ്യുക, റീസെല്ലിംഗ് എന്നുള്ളത്. പല ടൈപ്പ് റീസെല്ലിംഗ് ഉണ്ട്. ഓക്കെ, പല ടൈപ്പ് റീസെല്ലിംഗ് ഉണ്ട്, പല മേഖലയിൽ റീസെല്ലിംഗ് ഉണ്ട്. അത് സ്മോൾ സ്കെയിലുണ്ട്, ലാർജ് സ്കെയിലുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ അപ്കമിങ് വീഡിയോസിൽ വരുന്നതായിരിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളിപ്പോൾ കോളേജിൽ പഠിക്കണം, നിങ്ങളൊരു സൈഡ് ഹാസിൽ വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ജസ്റ്റ് ഈ വീഡിയോ കണ്ടതിന് ശേഷം റീസെല്ലിംഗ് കേരള ഗ്രൂപ്പ്സ് എന്ന് അടിക്കുക. കുറേ ഗ്രൂപ്പ്സ് നിങ്ങൾക്ക് വരും. ഇവിടെ നിന്നും താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയി ആരും ലിങ്ക് നോക്കണ്ട, കിട്ടാനും പോകുന്നില്ല, റൈറ്റ്? എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് പോയി നിങ്ങൾ തന്നെ ഫൈൻഡ് ചെയ്യുക. ഒരു 4 ഗ്രൂപ്പിൽ നിങ്ങൾ കയറുക. ആ ഒരു പ്രൊഡക്റ്റ്, ആ ഒരു പല ടൈപ്പ് പ്രൊഡക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ ഫോണായിരിക്കും, വാച്ച് ആയിരിക്കാം, ഷൂ ആയിരിക്കാം, ഉടുപ്പായിരിക്കാം, അങ്ങനെയുള്ള കുറേ പ്രൊഡക്റ്റ് ഉണ്ട്. അതൊരു വിലയ്ക്ക് നമുക്ക് കിട്ടും. നമ്മൾ ആ ഫോട്ടോ എടുത്തിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ ഗ്രൂപ്പിൽ കൊണ്ട് പോസ്റ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് സ്റ്റാറ്റസ് ആയിട്ട് ഇടാം, നിങ്ങൾക്ക് അത് ഫേസ്ബുക്ക് മാർക്കറ്റ് ഗ്രൂപ്പിലിടാം. ഓക്കെ, ഇത് രണ്ടുമാണ് കീ പോയിന്റ്. ഇത് രണ്ടുമാണ് ഞാൻ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അത് ഇൻസ്റ്റാഗ്രാമിൽ ഇടാം, നിങ്ങൾക്ക് അത് പല സ്ഥലത്തിടാം. പല സ്ഥലത്തിട്ടിട്ട് നിങ്ങളുടെ ഒരു ചെറിയൊരു മാർജിൻ വെച്ചിട്ട്, ചിലപ്പോൾ അത് 50 രൂപയായിരിക്കും, ചിലപ്പോൾ അത് 100 രൂപയായിരിക്കും, ചെറിയൊരു മാർജിൻ നിങ്ങളുടെ വെച്ചിട്ട്, ഇപ്പോൾ 500 രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ കൂടെ 100 രൂപ കൂട്ടി 600 രൂപയാക്കിയിട്ട് നിങ്ങൾ ഫേസ്ബുക്ക് മാർക്കറ്റിൽ കൊണ്ടിടുന്നു, അതിനെ പ്ലേസ് ചെയ്യുന്നു. അതിൻ്റെ കാര്യത്തിൽ എന്നും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഓർഡേഴ്സ് വരും. ആദ്യമായിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ ഓർഡറിൻ്റെ മെസ്സേജ് വരും. സോ അവരോട് നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ഇവിടെ റിയലി ചെയ്യുന്നത്, നിങ്ങൾ ഫ്യൂച്ചർ സെൽഫിന് വേണ്ടി ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു ചെറിയ ബിസിനസ് നിങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അതാണ് റീസെല്ലിങ്ങിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. നിങ്ങൾക്ക് ഇൻ്റർനെറ്റും ഫോണും ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. രണ്ടാമത്, ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും ചെയ്തൊരു മിസ്റ്റേക്കാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ബ്രോ, നിങ്ങൾക്കിപ്പോൾ 18 വയസ്സാണ്, നിങ്ങൾക്കിപ്പോൾ 19 വയസ്സാണ്, നിങ്ങൾക്കിപ്പോൾ 23 വയസ്സാണെങ്കിൽ, നിങ്ങളിപ്പോൾ ജോലിക്കൊന്നും കയറിയിട്ടില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുക, എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ബ്രോ, നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് അഡ്വൈസ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോ ടു എ പാർട്ട് ടൈം ജോബ്. അയ്യോ ബ്രോ, എന്നെ വീട്ടിൽ നിന്ന് വിടത്തില്ല, എൻ്റെ വീട്ടുകാർ എന്തോ വിചാരിക്കുക, പാർട്ട് ടൈം ജോബിന് പോകാൻ പറ്റില്ല, നാണക്കേടാണ്. നോ. അങ്ങനെയുള്ള എല്ലാം റാഡ് മൈൻഡ് സെറ്റ് ആണ് ബ്രോ. നിങ്ങളെ ആരും പാർട്ട് ടൈം ജോബിന് പോയതുകൊണ്ട് നിങ്ങളെ ആരും ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. കാരണം നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്നവരാണ്. നമ്മൾ ഒരിക്കലും പാർട്ട് ടൈം ജോബിന് പോയി ജീവിക്കാൻ പോകുന്നവരല്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഗോ ടു എ പാർട്ട് ടൈം ജോബ് ആൻഡ് മേക്ക് മണി ഫ്രം റിയൽ ലൈഫ്. കാരണം എല്ലാവരും പേടിച്ചിരിക്കുന്നത്, എല്ലാവരും ഭയപ്പെട്ടിരിക്കുന്നത് എന്തുവെന്നറിയാം? അവൻ പാർട്ട് ടൈം ജോബ് എടുക്കാൻ മടിയാത്തതുകൊണ്ടല്ല, ഈ പാർട്ട് ടൈം ജോബ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട്, അതുകൊണ്ടല്ല. എല്ലാവർക്കും പോകാൻ മടിയാണ്. എല്ലാവർക്കും വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ഇൻ്റർനെറ്റ് മണി ഉണ്ടാക്കണം, അതാണ് എല്ലാവരുടെയും ആഗ്രഹം. ഓക്കെ, അത് നല്ല കാര്യമാണ്, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഗുഡ്. ബട്ട് നിങ്ങൾ റിയലി മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പോൾ പാർട്ട് ടൈം ജോബ് പോകുന്നുണ്ട്. ഇവിടെ എറണാകുളത്ത് വന്നതിന് ശേഷമാണ് എനിക്ക് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. കാരണം വീട്ടിൽ നിന്നപ്പം എല്ലാം ഉണ്ട്, കംഫർട്ട് സോണിലാണ് ഞാൻ.
ആവശ്യമില്ല, ഓക്കെ, ആവശ്യമില്ല. പക്ഷെ ഇവിടെ നിന്നപ്പോൾ ഞാൻ തിങ്ക് ചെയ്തു, എനിക്ക് ചെയ്യണം തോന്നി. 1.5-3 മാസത്തിനുള്ളിൽ 3 പാർട്ട് ടൈം ജോബെങ്കിലും മാറിയിട്ടുണ്ട്. ഏകദേശം 4 പാർട്ട് ടൈം ജോബിന് പോയിട്ടുണ്ട്. ആമസോണിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, സ്വിഗ്ഗിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലാത്തൊരു പാർട്ട് ടൈം ജോബ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ വേറൊരു കടയിൽ നിന്ന് പാർട്ട് ടൈം ജോബ് ചെയ്യുന്നു. സോ ഇത്രമാത്രം റിവോൾവ്ഡ് ആയി പാർട്ട് ടൈം ജോബ് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. പുല്ല് പോലാണ്. ഇപ്പം എനിക്ക് ഈ ജോബ് പോയാൽ അടുത്തൊരു ജോബ് കിട്ടും, അത്രേ ഉള്ളൂ. സോ ബ്രോ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒരു റൺ കിട്ടണമെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് വേണമെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളൊരു എനർജി, ഒരു നെഗറ്റീവ് എനർജി മാറണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഒരു ഇൻകം വരണം. ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ഫുഡ്, നിങ്ങൾക്ക് കാണുന്ന ഒരു ഫുഡ് മേടിച്ച് കഴിക്കാനുള്ള പൈസ അക്കൗണ്ടിൽ നിങ്ങൾക്ക് വേണം. എനിക്ക് നേരത്തെ വന്നതിൻ്റെ തൊട്ട് അക്കൗണ്ടിൽ നോക്കുമ്പോൾ 0 rupees നിങ്ങൾക്ക് കാണിച്ചാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ തോന്നത്തില്ല ബ്രോ. എനിക്കതിൻ്റെ പെയിൻ നല്ലോണം അറിയാം. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് എന്ത് റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന ഒരു പാർട്ട് ടൈം ജോബിന് പോകും. നിങ്ങളിപ്പോൾ വീട്ടിലാണ് നിൽക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് ഒരു വണ്ടി ഉണ്ടെങ്കിൽ ആമസോണിൽ ഡെലിവറി ബോയ് ആയിട്ട് പോകും. യു ക്യാൻ മേക്ക് 30,000 rupees per month. 30,000 rupees per month. തിങ്ക് അബൌട്ട് ഇറ്റ്. ഒരു എഞ്ചിനീയർക്ക് ആദ്യം കയറുമ്പോൾ കിട്ടുന്നത് 18 രൂപയാണ്. നിങ്ങൾ ആമസോണിൽ ഡെലിവറി ബോയ് ആയിട്ട് പോകുന്നെങ്കിൽ നിങ്ങൾക്ക് 13 rupees കിട്ടും. ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയത്തില്ല അതാണ് നല്ല കരിയർ, അതും അടിപൊളി കരിയർ. നോ 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 നോ, ഒരു പൊട്ടനല്ല ഞാൻ, റൈറ്റ്? നിങ്ങളും അതിങ്ങനെ മനസ്സിലാക്കണം. പൊട്ടത്തരമല്ല ഞാൻ പറയുന്നത്. റാറ്റ് ബ്രെയിൻ ഉള്ളവന്മാർക്ക് ഇത് മനസ്സിലാവത്തില്ല ബ്രോ. മൂന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് റിയലി ഉള്ളത് എന്ന് നോക്കുക. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞതിനോട്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോഴിയാണോ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആടാണുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം വാഴ ഒരെണ്ണം വെക്കാനാണ് പറ്റുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ചിലവന്മാർ ശരിക്കും, ഓ വാഴ വെക്കുന്ന കാര്യം, ഞാനിവിടെ ഓൺലൈൻ മണി ഉണ്ടാക്കാനാണ് വന്നത്, ഇവനെന്ത് വാഴ വെക്കുന്ന കാര്യം. ബ്രോ, ഇതാണ് ഇങ്ങനെയുള്ള റെസ്ട്രിക്റ്റീവ് മൈൻഡ് സെറ്റ്, ഇങ്ങനെയുള്ള സ്ലേവ് മൈൻഡ് സെറ്റ് ആണ് നിങ്ങൾക്കുള്ളത്. ഓ എനിക്ക് പാഷനേറ്റ് ആയിട്ടുള്ള കാര്യം മാത്രം ചെയ്തേ പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? സോ ഞാൻ ഇവിടെ ഇരുന്ന്, ഞാൻ ഇതേ സമയം ഈ വീഡിയോ മാറ്റി എൻ്റെ ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എടുത്ത് ഒരു 10,000 രൂപ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ ഒരു തമ്മിലും വെച്ച് ഈ ക്യാപ്ചർ ചെയ്താൽ നിങ്ങൾക്ക് 10,000 രൂപ പെർ ഡേ കിട്ടും എന്ന് വെച്ചാൽ അതിനകത്തായിരിക്കും വ്യൂ ഇടുന്നത്. എനിക്ക് അങ്ങനെയല്ല വേണ്ടത്. ഞാൻ ലോങ് ടേമിൽ തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പ്ലേലിസ്റ്റ് ആക്കി വീഡിയോ ആക്കി മാറ്റിയിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു ബ്രോ, എനിക്ക് ബ്രോയുടെ പെയിൻ നല്ല പോണം അറിയാം. അതുകൊണ്ടാണ് ഞാൻ ബ്രോയോട് പറയുന്നത്, തിങ്ക് ദിസ് വേ. നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഉള്ളത് അത് വെച്ചിട്ട്, ആ കാര്യം വെച്ചിട്ട് നിങ്ങൾ അടിക്കുക. ചെറുതായിട്ടെങ്കിലും ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു കാര്യം, ഒരു 4 അടി ഇങ്ങനെ നടക്കാൻ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഇവിടെ ഏതെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ഒരു കൃഷിഭവനിൽ പോയാൽ നിങ്ങൾക്ക് വാഴവിത്ത് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഴിയെ കിട്ടും, ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. കുറച്ച് പൈസ കണ്ട് കൊടുത്താൽ മതി. ബ്രോ, ഞാൻ നിങ്ങളോട് പറയുന്നു, തിങ്ക് ലോങ് ടൈം. ലോങ് ടൈമിൽ തിങ്ക് ചെയ്യൂ. ലോങ് ടൈമിൽ തിങ്ക് ചെയ്യൂ. എനിക്കറിയാം നിങ്ങൾ വാഴ വെച്ചിട്ട് നിങ്ങൾക്ക് കോടികൾ രൂപയൊന്നും കിട്ടാൻ പോകുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കൊരു എനർജി ചേഞ്ച് വേണമെങ്കിൽ, ഇത് റിയലി ഡീപ്പായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കൊരു എനർജി ചേഞ്ച് വേണമെങ്കിൽ, നിങ്ങൾക്ക് മണി നിങ്ങളുടെ കയ്യിൽ റൺ ആയിക്കൊണ്ട് കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കണമെങ്കിൽ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് 0 ഇരുന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ഇപ്പോൾ എന്താണോ നിങ്ങൾക്കുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അത് വെച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നിങ്ങൾ കോങ്കർ ചെയ്യാൻ ശ്രമിക്കൂ. ചിലപ്പോൾ നിങ്ങൾ ഫെയിൽ ആകും, നിങ്ങൾക്ക് പറ്റത്തില്ല, നിങ്ങളെ ആൾക്കാർ കളിയാക്കും. സോ വാട്ട് ബ്രോ. 4ാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഫ്രീലാൻസിങ്. എനിക്കറിയാം ഇതൊരു ക്യാച്ചിങ് വേർഡാണ്. എല്ലാവരും ഫ്രീലാൻസിങ്, ഏത് ടൈപ്പ് ഫ്രീലാൻസിങ് ഞാൻ ചെയ്യണം ബ്രോ? ഫൈബറിലും അപ്വർക്കിലും ഒന്നും ചെയ്തിട്ട് എനിക്ക് പൈസ ഒന്നും കിട്ടുന്നില്ല, എന്നെ ആരും വിളിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും തിങ്ക് ചെയ്യുന്നത്. ബ്രോ, കമോൺ, തിങ്ക് അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഫ്രീലാൻസ് കുറേ ടൈപ്പ് ഉണ്ട്. അത് എനിക്ക് ഏതാണെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇതാണ് നല്ലത് അതാണ് നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ്? നിങ്ങൾക്ക് കോഡിംഗ് ആണോ പഠിക്കാൻ ഇഷ്ടം? അതോ നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈൻ ആണോ പഠിക്കാൻ ഇഷ്ടം? അതോ നിങ്ങൾക്ക് എഡിറ്റിംഗ് ആണോ പഠിക്കാൻ ഇഷ്ടം? എഡിറ്റിംഗ് ആണെങ്കിൽ എങ്ങനത്തെ എഡിറ്റിംഗ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം? ലോങ് ടൈം എഡിറ്റിംഗ് ആണോ, ഷോർട്ട് ടൈം എഡിറ്റിംഗ് ആണോ, അതോ നിങ്ങൾക്ക് ട്രേഡിംഗ് എങ്ങനെ പഠിക്കണമെന്നാണോ, അതോ നിങ്ങൾക്ക് ബിറ്റ്കോയിനെ കുറിച്ച് പഠിക്കണമെന്നാണോ ഇഷ്ടം? സോ ഇത്രയും കാര്യങ്ങളുണ്ട്. നിങ്ങൾ ജസ്റ്റ് സൈൻ കോസ് തീറ്റയും ടീച്ചർമാർ പറയുന്ന അംഗൻവാടിയിലുള്ള പാട്ടും കേട്ടോണ്ടിരുന്നിട്ട് സോങ് റൈറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല ബ്രോ. ഈ സൊസൈറ്റിക്ക് നമ്മുടെ കൂട്ടുള്ള ഈ യങ് ജനറേഷനുള്ള ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡയറക്ഷൻ ഇല്ല, നമുക്കൊരു പർപ്പസ് ഇല്ല, നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നേരത്തെയൊക്കെ ആണെങ്കിൽ പണ്ടത്തെ കാലത്തിലാണെങ്കിൽ ഡോക്ടറിന്റെ മോൻ ഡോക്ടർ, അല്ലെങ്കിൽ കല്ലുപണിക്കാരൻ്റെ മോൻ കല്യാണക്കാരൻ, അങ്ങനെയെങ്കിലും ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. നമുക്ക് എന്ത് വേണമെങ്കിലും ആവാം, റൈറ്റ്? പക്ഷെ ആർക്കും എന്താണെന്ന് അറിയത്തില്ല. +2 കഴിഞ്ഞിട്ട് എല്ലാവരെയും അങ്ങ് ഇറക്കി വിട്ടേക്കും. എന്തോ ഒന്നുമില്ല, ഒരു ഗൈഡൻസ് ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഈ 4 കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്കിത് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണമെങ്കിലും ചെയ്യാം. അധികം ടൈം എടുക്കുന്ന ഒരു കാര്യമല്ല. ആൻഡ് റിയലി നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കൂ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ
ലോങ് ടൈം റണ്ണിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഭിത്തിയിൽ ഒട്ടിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. യു നീഡ് ടു ഡു വൺ തിങ്, ജസ്റ്റ് ഡു ദ ആക്ഷൻ. ഡു ദ ആക്ഷൻ. ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്നിട്ട് ഡു ദ ആക്ഷൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ജസ്റ്റ് ഒരു മാസം 4000 രൂപയെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിരിക്കണം. അച്ഛൻ്റെ പൈസയല്ല, അമ്മയുടെ പൈസയല്ല, ആരുടെയും പൈസയല്ല. നിങ്ങൾ സ്വന്തമായിട്ട്, നിങ്ങൾ സെൽഫായിട്ട് 4000 രൂപയെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാക്കിയിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, 2 സംഭവങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് പാർട്ട് 1 വീഡിയോ ഫോളോ ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നതാണ്. അണ്ണാച്ചിയുടെ അണ്ടി സോറി ഗൈസ്, അണ്ണാച്ചിയുടെ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. ദൈവമേ, കുർബാസംഘം. ബോയ്സ് കേൾക്കുക. നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്യാച്ച് ചെയ്യാൻ, നമുക്കത് പിടിക്കാൻ എളുപ്പമായിരിക്കും. പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്ക് ഇവിടെ 2 ഓപ്ഷനാണ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഗോൾ, പുതിയതായിട്ട് ഹാപ്പി ആയിട്ട് ഇപ്പം തന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് നിങ്ങളുടെ ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കാൻ ഞാൻ പറഞ്ഞ ആ ഗോൾ നിങ്ങൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മാസം 4000 രൂപയെന്ന് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, അടുത്ത മാസം നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയാൽ, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കറക്റ്റായിട്ട് 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, പാർട്ട് 1 മൈൻഡ് സെറ്റ് വീഡിയോ നിങ്ങൾ അതുപോലെ ഫോളോ ചെയ്തു. നിങ്ങൾ ഈ മണി മേക്കിൻ്റെ സീരീസ് നിങ്ങൾ അതുപോലെ ഫോളോ ചെയ്യുന്നുണ്ട്. 2, നിങ്ങൾ ആക്ഷൻ ടേക്ക് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ, ഇനി നിങ്ങൾ ഇത് അപ്സ്കിൽ ചെയ്യണം. ഇനി നിങ്ങൾ ഈ 4000 രൂപ 8000 രൂപ ആക്കി മാറ്റണം. അത് നിങ്ങൾക്ക് എങ്ങനെ പറ്റും? അതാണ് ബ്രോ ഇൻട്രസ്റ്റിംഗ്. ചിലപ്പോൾ നിങ്ങൾക്ക് സെയിൽസ് നല്ലോണം നടക്കത്തില്ല, അപ്പോൾ സെയിൽസ് കുറയും. ബ്രോ അവിടാണ് ആ ഡിഫിക്കൽറ്റി ടൈമിലാണ് നമുക്ക് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത്, ഹാപ്പിനെസ് വരുന്നത്, നമുക്ക് എനർജി വരുന്നത്, നമുക്ക് അഡ്രിനൽ റഷ് വരുന്നത്, നമുക്ക് വർക്ക് ചെയ്യാൻ തോന്നുന്നത്. മനസ്സിലായല്ലോ? അല്ല എല്ലാം ഇങ്ങനെ സുഖമായിട്ട് കേൾക്കുക, എല്ലാം ഇങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കുക, എല്ലാം ഇങ്ങനെ നമ്മൾ വളരുമോ? ഇല്ല. വി കനോട്ട് ഗ്രോ. അതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും, നിങ്ങൾ എത്ര ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് 4000 രൂപ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഒരു ഒരാഴ്ച 100 രൂപ പോലും ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾ ചെയ്തൊരു കാര്യം, നിങ്ങൾ മൈൻഡ് സെറ്റിൻ്റെ വീഡിയോ, ഞാൻ റിപ്പീറ്റ്ലി ഇത് പറയും, പാർട്ട് 1 വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല, അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചിട്ടില്ല, നിങ്ങൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. ആ ഒരു വഴി മാത്രമേ ഉള്ളൂ നിങ്ങൾ ഫെയിൽ ആവാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ വീഡിയോ ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുക്കുക. സെയിം മൈൻഡ് സെറ്റുള്ള, നമ്മുടെ കൂട്ട് മൈൻഡ് സെറ്റുള്ള ഒരുത്തവൻ അയച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങളതൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഇറ്റ്സ് ഗ്രൂപ്പ് മണി മേക്കിംഗ് ഗ്യാങ് എന്നതിന് പേര് കൊടുക്കുക. നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഷെയർ ചെയ്യുക, ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തമായിട്ടൊരു ടോപ്പിക് കണ്ടുവെച്ച് അതിനകത്ത് നിന്ന് ഡിഫൈൻ ചെയ്യാമെങ്കിൽ, മണി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യുക. യു വിൽ വിൻ ആൻഡ് ഐ ഡെഫിനറ്റ്ലി ബിലീവ് ഇൻ യു. നിങ്ങൾക്ക് പറ്റും ബ്രോ. ഐ എം വെരി 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 excited for you, and you will never walk alone, because we are the set group. This is not the end, this is the beginning. Love you brother. Ma.